താങ്ക് യു ഫോർ സ്റ്റോപ്പിംഗ്. ഹായ്. हाँ हाँ अच्छा. Anyway, thank you for stopping and asking. സോ ഗൈസ്, വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഞാൻ ഹൈദരാബാദിൽ നിന്ന് കേരളത്തിലേക്ക് സൈക്കിളിലാണ് പോകുന്നത്. യെസ്, യു ആർ ഹിയറിങ് റൈറ്റ്, ഇറ്റ്സ് സൈക്കിൾ, ബൈസൈക്കിൾ. ഓക്കെ, സോ എൻ്റെ ജേർണി രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്നത് 6 മണിക്കാണ്. ഞാൻ ആക്ച്വലി 5:30 ഇറങ്ങണമെന്ന് വിചാരിച്ചു, ബട്ട് അത് നടന്നില്ല. 6 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. ശംഷാബാദിൽ നിന്ന്, ഹൈടെക് സിറ്റിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ ഹൈദരാബാദിൽ ഇങ്ങനെ ഔട്ടർ റിംഗ് റോഡ്, ഇന്നർ റിംഗ് റോഡ് എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളുണ്ട്, വിച്ച് ഈസ് ക്വൈറ്റ് കൺഫ്യൂസിങ്. അതൊക്കെ എങ്ങനെയൊക്കെയോ ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിച്ച് ഗൂഗിൾ മാപ്പ് നോക്കി ഭയങ്കര കൺഫ്യൂഷൻ ആവും. ലൈക്ക് 3rd എക്സിറ്റ്, 4th എക്സിറ്റ്, റൗണ്ട് അബൌട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഐ ആസ്ക് പീപ്പിൾ. അങ്ങനെ ഞാൻ അതൊക്കെ മനസ്സിലാക്കി കറക്റ്റ് NH44 കയറി. ആൻഡ് എനിക്ക് പോകേണ്ട എൻ്റെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ കർണൂളായിരുന്നു, വിച്ച് ഈസ് ആന്ധ്ര ബോർഡർ ഓർ ആന്ധ്രാപ്രദേശ്. അങ്ങനെ ഞാൻ ആ ബോർഡ് കണ്ടു. അപ്പോഴാണ് ഗൂഗിളിൽ നിന്നൊരു മെസ്സേജ് വന്നു, ലൈക്ക് ഇനി 50 കിലോമീറ്റർ സ്ട്രെയിറ്റ് NH. അങ്ങനെ അത് കുറേ ചവിട്ടി കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിന് വന്നു. ഐ ഹാഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. ഐ ഗോട്ട് മൈ ദോശ, സാമ്പാർ, ചട്നി, കപ്പ് ഓഫ് കോഫി. ചിയേഴ്സ് ടു മൈ. ഹായ് ഗൈസ്. സോ അങ്ങനെ ഞാൻ ആന്ധ്രാപ്രദേശ് എത്തി. മീൻസ് ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റിലേക്ക് കയറി. ഇപ്പോൾ നന്ദിഗാമ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഐ ഡോണ്ട് നോ ഹൗ ടു പ്രൊനൗൺസ് നന്ദിഗാമ, ഐ തിങ്ക്. സോ രാവിലെ ഹൈടെക് സിറ്റിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഓൾമോസ്റ്റ് 15 കിലോമീറ്റേഴ്സ്, 50 കിലോമീറ്റേഴ്സ് കവർ ചെയ്ത് കഴിഞ്ഞു. 1.5 മണിക്കൂർ എടുത്തു. And in between I took so many breaks. I had my breakfast നന്നായിരുന്നു. And ഈ പോകുന്ന വഴിക്കെല്ലാം ഇഷ്ടം പോലെ ആൾക്കാർ എൻ്റെ അടുത്ത്, അവർ വണ്ടി നിർത്തി എൻ്റെ അടുത്ത് വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു, എവിടെ നിന്നാണെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു, എങ്ങനെയാണ് യാത്ര, യൂട്യൂബ് ഉണ്ടോ, അവർ ഫോട്ടോ എടുക്കുന്നു. ഐ ഫീൽ ലൈക്ക് എ സ്മോൾ സെലിബ്രിറ്റി. ഞാനൊരു സെലിബ്രിറ്റി. ഞാൻ എല്ലാവരും നല്ലതെന്ന് പറയുന്നില്ല. ചില ആൾക്കാർ എൻ്റെ അടുത്ത് ഞാനിങ്ങനെ, അതായത് ഒരു 9 മണിക്ക് ഞാനിങ്ങനെ ചവിട്ടായിരുന്നു. അപ്പോൾ 2-3 പയ്യന്മാരിങ്ങനെ ബസ് ഇറങ്ങി ക്രോസ് ചെയ്യാട്ടോ. അപ്പോൾ അവരെൻ്റെ അടുത്ത് ഇങ്ങനെ കാണിച്ചു. മീൻസ് എന്തിനാണ് ഈ ചൂടത്ത് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യം, സൈക്കിളിൽ പോകേണ്ട ആവശ്യം എന്ന് തോന്നിയിട്ടുണ്ടാവും. എനിവേ ഐ എം എൻജോയിങ് ഇറ്റ് സോ മച്ച്. ആൻഡ് ലിറ്ററലി ഇറ്റ്സ് ടു ഹോട്ട്. ഭയങ്കര ചൂട് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം കൂടി ചവിട്ടാം. ഐ ക്യാൻ ഡു സൈക്ലിംഗ് ടിൽ 11 o'clock എന്നൊക്കെ വിചാരിച്ചു. പറ്റണില്ല. ഈവൻ ഐ എം വെയറിങ് സൺസ്ക്രീൻ ജാക്കറ്റ്സ്, സൺസ്ക്രീൻ തേച്ചിട്ടുണ്ടായിരുന്നു, ഗ്ലാസ്, എവറിത്തിങ്. ടോട്ടൽ മൈ ഫേസ് വാസ്, ഐ വിൽ ഷോ യു എങ്ങനെ എൻ്റെ ഫേസ് എങ്ങനെ കവർ ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ കാണിച്ചു തരാം. ലൈക്ക് ആദ്യം ഇത് മൊത്തം ഇടും. സോ ദിസ് മച്ച്, ഇത് ഇത്രയും. പിന്നെ ഇവിടെ സൺഗ്ലാസും വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ദേഹത്ത് എവിടെയും വെയിലടിക്കുന്ന ഭാഗങ്ങളില്ല. കഴുത്താണെങ്കിലും എല്ലാം കവർ ചെയ്തിട്ടായിരിക്കും. പക്ഷേ എന്നിട്ട് പോലും ഐ ക്യാൻ ഫീൽ എൻ്റെ ഈ ഒരു ബാക്ക് സൈഡും കഴുത്തിൻ്റെ ഇവിടെയും കൈയുടെ ഭാഗത്തൊക്കെ ഉള്ളിൽ ഭയങ്കര ചൂടെടുക്കുന്നതായിട്ട് ഐ ക്യാൻ ഫീൽ ദാറ്റ്. സോ ഐ തോട്ട് നല്ലൊരു സ്ഥലം കണ്ട് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. സോ ഇപ്പം ഞാൻ റെസ്റ്റ് എടുക്കുന്ന സ്ഥലം കാണിച്ചു തരാം. ഇനി സാർ എവിടേക്കാണ് കിടന്ന് ഉറങ്ങാമെന്ന് എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ എനിവേ രാത്രി വല്ല പെട്രോൾ പമ്പോ അല്ലെങ്കിൽ ചെറിയ ഏതെങ്കിലും റൂമൊക്കെ കിട്ടിയാൽ നമുക്ക് നോക്കാം. പക്ഷെ അല്ലാണ്ട് ഞാനിപ്പോൾ കിടക്കാൻ പോകുന്നു. ഇവിടെ ആയിരിക്കും. ഇത് വേണ്ട, ഇത്രയും ഫുൾ മരമുള്ളൊരു സ്ഥലം. ഒരു ഹാഫ് ആൻ അവർ ഇവിടെ, എഗെയിൻ ഒരു ഹാഫ് ആൻ അവർ സൈക്കിൾ ഓട്ടും. ദാറ്റ്സ് ദ പ്ലാൻ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതൊരു ഫുൾ day 1 ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും വരിക. സോ ദാറ്റ്സ്
സോ അരമണിക്കൂർ കിടന്നുറങ്ങണമെന്ന് വിചാരിച്ചാൽ ഞാൻ അവിടെ 1.5 മണിക്കൂർ കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് ഞാൻ ഇരുന്നെടുത്ത് എൻ്റെ പേരും ഇന്നത്തെ ഡേറ്റ് എഴുതിയൊരു മാർക്ക് ഇട്ടിട്ട് ഞാൻ അടുത്തെൻ്റെ സൈക്കിൾ യാത്ര പിന്നെയും സ്റ്റാർട്ട് ചെയ്തു. സോ ഇവിടെയായിരുന്നു ഞാൻ റെസ്റ്റ് എടുത്തത്. അങ്ങനെ അഗെയിൻ ഞാൻ ചവിട്ടി കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഒന്ന് വാഷ്റൂമിലൊക്കെ പോകണമായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സ്ഥലം കണ്ടു, അവിടെ കയറി അടുത്ത റെസ്റ്റിന്. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ ഒരു 10 കിലോമീറ്റേഴ്സ് ചവിട്ടുന്നുണ്ടാവും. ഓൾറെഡി തുറന്ന് കഴിക്കാൻ തുടങ്ങി. അതാ ഇത്തിരി കട്ടിയുണ്ട്. പിന്നെ ഈ ചൂടത്ത് പറയേണ്ട, എല്ലാം പടപടാന്ന് ഉണങ്ങിക്കോളും, മീൻസ് അലിഞ്ഞോളും. ഹായ് ഗൈസ്. സോ ബാക്കിൽ പെട്രോൾ പമ്പ് ഉണ്ട്. ഒന്ന് വാഷ്റൂമിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. നല്ലൊരു സ്പോട്ട്. ഇവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ പറ്റുമെന്നും അവിടെ മുതലാളി അടുത്തൊന്ന് ചോദിക്കണം. ആൻഡ് ഗെയിം ഇവിടെ ഭക്ഷണമൊന്നും ഉണ്ടായിരുന്നില്ല. ഐ തോട്ട് ഉച്ചയ്ക്ക് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാം. ഭക്ഷണമില്ല. സോ ഒരു ഐസ്ക്രീം എടുത്തു. ഈ ചൂടത്ത് നല്ലതാണ്, ഓറഞ്ച് ഫ്ലേവർ. സോ ദാറ്റ്സ് ഇറ്റ്. സോ അവിടുത്തെ റെസ്റ്റ് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഇതുപോലെ സൈക്കിൾ എടുത്ത് ഇറങ്ങി. ഞാൻ പറഞ്ഞല്ലോ NH44 ഞാനിപ്പോൾ സൈക്കിൾ ഓട്ടുന്നത്. വിച്ച് ഇസ് എ സ്ട്രെയിറ്റ് റോഡ്. അപ്പോഴാണ് ഞാൻ ഈ സൈഡിൽ നമ്മുടെ നാട്ടിലെ കണിക്കൊന്ന നിൽക്കുന്നത്. ഈ റോഡിൻ്റെ സൈഡ് ഫുൾ കണിക്കൊന്ന ഈ വാഗമരവും. ഇത് നല്ലൊരു കാഴ്ചയാണ്. 2 സൈഡ് ഇതുപോലെ മഞ്ഞയും ചുവപ്പും കളറിൽ. ആൻഡ് ഇത് കണ്ടില്ലേ, കർണൂലിലേക്ക് ഇനി 160 കിലോമീറ്റർ. ഹായ് ഗൈസ്. സോ ഹോട്ടൽ 44 എന്ന് പറഞ്ഞൊരു ഹോട്ടൽ 44 എന്ന പേര്. സൈക്കിൾ ഇവിടെ പാർക്ക് ചെയ്ത് പോയിട്ട് നല്ലൊരു ബിരിയാണി കഴിച്ചിട്ട് വരാം. പോയിട്ട് നല്ലൊരു ബിരിയാണി കഴിച്ചിട്ട് വരാം. എനർജി ഫുള്ള് തീർന്നു പോയി. അത് ബിരിയാണി കഴിച്ചിട്ട് വേണം എടുക്കാൻ. ഇത്തിരി ചോറും പീസ് ചിക്കനും ഇത്തിരി സലാഡ് വെച്ച് കുഴച്ച് എടുത്ത് അവിടുന്ന് ജഡ്ചർല ടോൾ ബൂത്ത് എത്തി. അവിടെ നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അടുത്ത് ഇവിടെ റെസ്റ്റ് എടുക്കാൻ പോകുന്നു. ഹായ് ഗൈസ്. ഇപ്പോൾ ഇവിടെയാണ് ഞാൻ റെസ്റ്റ് എടുക്കാൻ പോണത്. ORS പൊടി. രണ്ടാമത് ഇന്ന് എൻ്റെ 8ാമത്തെ ബോട്ടിലാണ് വെള്ളം മാത്രം 8ാമത്തെ ബോട്ടിൽ. മൈ ഗോഡ്, ചൂട് എന്തിനാ പൊന്നെ, ചൂടെന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയുണ്ട് ഈ സ്ഥലം? എങ്ങനെയുണ്ട്? ഇവിടെ വേണം കിടക്കാൻ. ഓ അയ്യോ,
നോക്കിയിട്ടില്ല എത്ര ഓടിച്ചു എന്നുള്ളത്. രാവിലെ ഹൈദരാബാദിൽ നിന്ന് ഇറങ്ങി ശംഷാബാദ്, അവിടെ നിന്ന് കർണൂലിൽ നിന്നുള്ള വഴി ബോർഡ് കണ്ടു, നേരെ വെച്ച് പിടിച്ചു. ഇതിൻ്റെ ഇടയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, 1.5 മണിക്കൂർ ഉറങ്ങി, പിന്നെയും ചവിട്ടി, ലഞ്ച് കഴിച്ചു, കുറച്ച് നേരം ബ്രേക്ക് എടുത്തു, പിന്നെയും ചവിട്ടി. കുറേ നല്ല നല്ല ആൾക്കാരെ കണ്ടു, അവർ വെള്ളം വാങ്ങി തന്നു, കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു, സംസാരിച്ചു, സെൽഫി എടുത്തു. ഓൾ ഗോയിങ് ഗുഡ് എക്സെപ്റ്റ് ദിസ് ചൂട് ഇസ് ടു മച്ച്. പിന്നെ ഒരു കാര്യം, ഈ ഒരു ഫുൾ സ്ലീവും മുഖം മൊത്തം കവർ ചെയ്ത് സൺസ്ക്രീനും തലയും കവർ ചെയ്ത് സൈക്കിൾ ഇട്ടിരിക്കുന്നതുകൊണ്ട് ആണ് ലിറ്ററലി എനിക്കൊന്നും അധികം അറിയാത്തത്. പക്ഷെ അത് ഞാൻ ആലോചിക്കായിരുന്നു, ഈ സാധനമൊന്നും ഇല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ. എൻ്റെ കൈയൊക്കെ ഇങ്ങനെ വെന്ത് പോയിണ്ടാവും, ലിറ്ററലി വെന്ത് പോയിണ്ടാവും. വെള്ളം കുടിക്കണത് എവിടെ പോകണമെന്ന് അറിയില്ല. ആകെ മൂത്രം ഒഴിക്കുമ്പോൾ 2 വേണം, ജസ്റ്റ് യൂറിനേറ്റ് ചെയ്യുമ്പോൾ 2 വേണം. ബാക്കി വെള്ളമൊക്കെ എവിടെയാണ് പോണത്? നല്ലൊരു ലൊക്കേഷൻ, നല്ല മാമ്പഴത്തോട്ടം. ഉണ്ട് ഇവിടെയാണ് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലം. സൂപ്പറായിട്ടുണ്ട് അല്ലേ? സെറ്റപ്പ് സ്ഥലം. സൈക്കിൾ. സോ ഗൈസ്, ദാറ്റ്സ് ഇറ്റ്. രാത്രി പാക്കലാം. ബൈ. സോ ഗൈസ്, ഇനി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് എൻ്റെ ഡേ 1 എങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ്. ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത്രയും എക്സ്പെക്റ്റ് ചെയ്തില്ല. കാരണം ആൾക്കാരുടെ സൈഡിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് അടിപൊളിയാണ്. കാരണം ബൈക്കിൽ ആൾക്കാർ ഞാൻ പോകുന്നത് കണ്ട് 1-2 കിലോമീറ്റർ അപ്പുറത്ത് മാറി നിന്ന് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് അവരുടെ കയ്യിൽ നിന്ന് കാശെടുത്ത് 2-3 ലിറ്റർ വെള്ളം വാങ്ങി അതെൻ്റെ കയ്യിൽ തരിക. എന്താവശ്യം അവർക്കുള്ളത്? സോ ഭയങ്കര നല്ല റെസ്പോൺസ്. അവർ എൻ്റെ അടുത്ത് സംസാരിക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, വിശേഷങ്ങൾ ചോദിക്കുന്നു, എപ്പോൾ എത്തും എന്നറിയുന്നു, എന്നെ ഫോളോ ചെയ്യുന്നു, യൂട്യൂബിൽ ഞങ്ങളെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യുമെന്ന് ചോദിക്കുന്നു. വിച്ച് മേക്സ് മീ സോ ഹാപ്പി ആൻഡ് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ഇപ്പം ഞാൻ നിൽക്കുന്നത് കോട്ട എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. കർണൂൽ കൃത്യമായിട്ട് എത്താൻ പറ്റിയില്ല. സോ ഇവിടെയാണ് ഇന്നത്തെ എൻ്റെ സ്റ്റേ. ഫ്രഷ് ആയിട്ടൊക്കെ വരാം. സോ ഗൈസ്, എല്ലാവരും എൻ്റെ അടുത്ത് ഏറ്റവും കൺസേൺ ആയിട്ട് ചോദിച്ചൊരു കാര്യമായിരുന്നു രാത്രി എവിടെ സ്റ്റേ അടിക്കുന്നുള്ളത്. സോ എൻ്റെ ഡേ 1 സ്റ്റേ എന്ന് പറയുന്നത് ഇതിവിടെയാണ്, ഭാരത് പെട്രോളിയം. സോ എൻ്റെ സൈക്കിൾ ഇവിടെ ഉണ്ട്. നല്ല ഒരു ആൾക്കാരായിരുന്നു. ഞാൻ ജസ്റ്റ് ചോദിച്ചു അവരുടെ ഇങ്ങനെ രാത്രി കിടക്കാൻ പറ്റുമോ? ഓ ഓഫ് കോഴ്സ് യു ക്യാൻ. അവർ ഭയങ്കര സന്തോഷത്തോടെ പറഞ്ഞു. യൂട്യൂബർ ആണോ എന്നൊക്കെ ചോദിച്ചു. ചെറുതായിട്ട് ഓക്കെ. അങ്ങനെ അവർ വേറൊരു നല്ല, ശരിക്കും ആക്ച്വലി ഇവിടെയുള്ള സ്റ്റാഫിന് വേണ്ടിയിട്ടുള്ള ബാത്റൂംസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ബാത്റൂമിനെ തന്നു അവർ. അപ്പോൾ ഞാൻ പോയി കുളിച്ചു, ഫ്രഷായി, ഭയങ്കര സമാധാനം. തുണി വരെ അലക്കി ഞാൻ എൻ്റെ ഡ്രസ്സെല്ലാം സൈക്കിളിൽ രാവിലെ തൊട്ടിട്ടതല്ലേ, എനിക്ക് തന്നെ എൻ്റെ വേർപ്പിൻ്റെ സ്മെല്ല് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ മൊത്തം അലക്കിയിട്ടു, സൈക്കിളിൽ തന്നെ വിരിച്ചിട്ട് ഉണങ്ങാൻ. ഇനി രാത്രി പോയി എന്തെങ്കിലും ഫുഡ് കഴിക്കണം. സോ അത് കാണിച്ചു തരാം. ഇതൊക്കെയാണ്. സോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എവിടെ നിങ്ങൾ ബൈക്കിൽ ട്രാവൽ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സൈക്കിളിൽ ട്രാവൽ ചെയ്യുമ്പോൾ, കാറിൽ പോകുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ പെട്രോൾ പമ്പിലും ആക്ച്വലി ടോയ്ലറ്റും അതേപോലെ അത്യാവശ്യം കുറച്ച് നേരം റിലാക്സ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി അവർ തരണം, അവർ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണ്. ഞാനിത് 2021 പഠിച്ചാണ്, അന്ന് സൈക്കിൾ ഓട്ടാൻ പോയപ്പോൾ. സോ ചിയേഴ്സ് ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.